കലോത്സവം റിപ്പോർട്ടിംഗിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ്. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് എടുത്തിട്ടുള്ളത്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, കലോത്സവം റിപ്പോർട്ടിംഗിനിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഇത്തരത്തിലൊരു പോക്സോ കേസ് എടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം. എന്ത് പ്രയോഗം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത്? കലോത്സവം റിപ്പോർട്ടിംഗിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ്. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് ഉണ്ടായിരുന്നത്. കലോത്സവത്തിൽ പങ്കെടുക്കവേ വൈറലായ ഒരു റീലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കേസിലേക്ക് നയിച്ചത്. വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം കലോത്സവം റിപ്പോർട്ടിംഗിനിടെ ഒപ്പന ടീമുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ നടത്തിയ ഒരു പരാമർശമായിരുന്നു ഇത്തരത്തിലൊരു കേസിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് അരുൺകുമാറിനെതിരെ ഇപ്പോൾ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഉയരുന്ന ആക്ഷേപം ഇത്തരത്തിലായിരുന്നു. അരുൺകുമാറിനെതിരെ നേരത്തെ തന്നെ ബാലാവകാശ കമ്മീഷനും കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒപ്പനയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ നടത്തിയ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിംഗുമായി നടത്തിയ പരാമർശമായിരുന്നു വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പ്രധാനമായും പരാമർശം ഇത്തരത്തിലായിരുന്നു: ആ ഒപ്പന പെൺകുട്ടിയെ പിന്നീട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർ കണ്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഒരു ദ്വയാർത്ഥത്തിലുള്ള പദപ്രയോഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. ആ ദ്വയാർത്ഥത്തിലുള്ള പദപ്രയോഗത്തിനെതിരെയാണ് ഇപ്പോൾ പോക്സോ നിയമപ്രകാരം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ചാനലിനും ഒപ്പം തന്നെ നേരത്തെ തന്നെ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ടർ ചാനലിന് നോട്ടീസ് നൽകിയിരുന്നു. DGPയോട് വിശദമായ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം ബാലാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ദേവിക. ശരി, വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.